എൻ്റെ പൊന്നിക്ക, ഈ വണ്ടിക്ക് വലിയുള്ളതാ. എനിക്കറിയാം ഇത്ര സ്പീഡ് പോകണ്ട. എൻ്റെ പൊന്നു മക്കളെ, കനം വണ്ടി, ഒരു രക്ഷയില്ല. ടർബോ ഇല്ലെന്നുള്ളൂ, നമുക്ക് ഇത് മതി. ട്രക്കാക്കാൻ ഇത് മതി. ഇന്ന് തന്നെ ഈ സാധനം നമ്മൾ സ്കൂട്ടാക്കും. അങ്ങനെ നമ്മൾ നേരെ കോതമംഗലം, അവിടെ നിന്ന് നേര്യമംഗലം റൂട്ടാണത്. അപ്പോൾ ഇത് വണ്ടി കിടക്കുന്ന സ്ഥലം നമ്മുടെ അടിമാലിക്ക് മുന്നേ ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നേരത്തെ അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വരണം. ബാറ്ററി ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ആൾ പറഞ്ഞായിരുന്നു ബാറ്ററി ആളുടെ കയ്യിലില്ല, നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ സെക്കൻഡ് ബാറ്ററി അന്നേരം സിറ്റുവേഷനിൽ കിട്ടിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കാണിച്ച് വണ്ടി നമുക്ക് വീട്ടിലെത്തിക്കണം. പക്ഷേ നമ്മുടെ വണ്ടിക്ക് അനുയോജ്യമായ റോഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ 4 വീൽ വണ്ടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു റോഡ് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നൈസായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2.5 മണിക്കൂറത്തെ യാത്ര, അല്ലെങ്കിൽ 2-2.5 മണിക്കൂറത്തെ യാത്ര. ഈ കാണുന്നതാണ് നേര്യമംഗലം പാലം. ഇത് കവർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അത് വീഡിയോയിൽ പകർത്തിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ നേരെ നേര്യമംഗലം പാലം കവർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ പോകേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ട്, ആ പുള്ളി വിളിച്ചിട്ടുണ്ട്, വിളിക്കുന്നുണ്ട് വഴി എത്തിയെന്ന് ചോദിച്ച്. അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലം ചെന്നപ്പോൾ ജനം സമുദ്രം, രാജാവിന് എന്ത് ക്യൂ എന്ന പോലെ നമ്മൾ നൈസായിട്ട് പതുക്കെ, സ്പീഡൊന്നുമില്ല, ഗ്യാപ്പ് കിട്ടിയപ്പോൾ നേരെ നമ്മൾ KSRTCനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പതുക്കെ, കാരണം ഒരുപാട് സ്പീഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 പേരുണ്ട് യാത്രക്കാരാണ്, ഞാനും എൻ്റെ അനിയനുമാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്പീഡൊന്നുമില്ല, കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് അവിടെ നിന്നാണ് നമ്മൾ കണ്ടത് നമ്മുടെ റോഡ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് വെള്ളച്ചാട്ടങ്ങളുണ്ട്. 1, 2, 3 വെള്ളച്ചാട്ടമുണ്ട്. ഇത് ആദ്യത്തെ വെള്ളച്ചാട്ടം. അതേപോലെ തന്നെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. സമയം നല്ല രീതിയിൽ പോയി. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. നല്ല ബിരിയാണിയും കഴിച്ചു. നമ്മൾ ഓരോ മീൽസ് കൊടുത്തു. ഞാൻ നോർമലി മീൽസാണ് പറഞ്ഞേക്കണേ. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ ഇക്കയുടെ വീട്, നിയാസ് എന്ന് പറഞ്ഞ ഇക്കയുടെ വീട്ടിലെത്തി. ഇവിടെയാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടി അല്ല, ഈ ബ്ലാക്ക് കിടക്കണ കരിമ്പുലിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് വണ്ടി. അപ്പോൾ വണ്ടി 2004 മോഡൽ മഹീന്ദ്ര പിക്കപ്പാണ്. 4 വീലാണ്, കമ്പനി 4 വീലാണ്. വേറെ ടർബോ ഒന്നുമില്ല. 2005 മുതലാണ് ടർബോ വന്നത്. ഇത് നോർമലി വണ്ടി അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി പാച്ച് ചെയ്യണം. പക്ഷേ മെക്കാനിക്കൽ ഭാഗം പക്കയാണ് കേട്ടോ, അടിപൊളിയാണ്. ഗിയർ ബോക്സ് ആണെങ്കിലും എൻജിനാണെങ്കിലും പക്കയാണ്. പിന്നെ ഇവർ ഇത് പാച്ചൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പുതിയ ടോപ്പൊക്കെ അടിച്ചു എന്നുള്ളൂ. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉള്ള സെറ്റപ്പേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് പണിയേണ്ട വരും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ ബാപ്സിൻ്റെ അടുത്താണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട വരുന്നതാണ്. പിന്നെ ഭാഗ്യത്തിന് ടയർ 4 ഇല്ല, ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഹോണില്ല, ഹെഡ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടാസ്ക്കാണ് തിരിച്ചു വരാൻ. സി ചാനൽ ബോഡി അല്ല, അത് ശരിക്കും ഇത് കമ്പനി പെട്ടിയാണ്. അവരെ കമ്പനി പെട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. സി ചാനൽ പോലെ പ്ലാറ്റ്ഫോം, സ്ട്രെയിറ്റ് പ്ലാറ്റ്ഫോം ആക്കിയേക്കണാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാമെന്ന് പറഞ്ഞു. വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊടുക്കാനാണോ? എടുക്കാം, എല്ലാം ടാക്സി അല്ലേ? ഇത് താറ് DA അല്ലേ? 4 വീലാണോ? അപ്പോൾ ഈ പിക്കപ്പോ ബ്ലോഗറും കൂടെയാ. അപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് 4 വീലും എല്ലാ രീതിയിലും എല്ലാ പരീക്ഷണങ്ങളും എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യുവാണ്. 4 വീലാണെങ്കിലും 4 വീലിട്ടാണെങ്കിലും 2 വീലിട്ടാണെങ്കിലും. ഇതാണ് നിയാസിക്ക, പുള്ളിയുടെ അടുത്താണ് നമ്മൾ വണ്ടി എടുക്കണേ. കറ തീർന്ന ഡ്രൈവറാണ് കേട്ടോ. പുള്ളി ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രീതിയിലും, അതായത് 4 വീലാണെങ്കിലും 2 വീലാണെങ്കിലും വണ്ടിയുടെ മെക്കാനിക്കൽ പക്കയായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് പുള്ളി ടെസ്റ്റ് ഡ്രൈവിന് വന്നതാണ്. മേളിലെ ടോപ്പൊക്കെ നല്ല തുരുമ്പുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ നല്ല ടൈം കൊടുക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യണമെങ്കിൽ അതേപോലെ ഫണ്ടും ആവും. അതെല്ലാം അറിയാം. ഇതൊക്കെ ഒരു പ്രാന്താണ്. കാരണം ഫാമിലിപരമായിട്ട് ഒരു സപ്പോർട്ടില്ല, 1% പോലും ഇല്ല. പിന്നെ ആകെ സപ്പോർട്ട് എൻ്റെ വൈഫാണ്. അപ്പോൾ അവൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫണ്ടൊക്കെ സെറ്റാക്കി, അവൾ തന്നെ ഫണ്ട് സെറ്റ് ചെയ്ത് തന്നു.
ഇനി വണ്ടി പണിയണ ഫണ്ട് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്രേസാണ്, എന്തായാലും താറെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് താറിൻ്റെ ഫേസുള്ള ഒരു പിക്കപ്പ് അങ്ങോട്ട് എടുത്ത് സെറ്റ് ചെയ്തിറക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരുന്ന് നിങ്ങൾക്കിത് അറിയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് വണ്ടിയിൽ ഞാൻ ഓരോ നിമിഷം എൻ്റെ ഫോൺ ഏത് നിമിഷവും താഴ്ത്തി ചാടിപ്പോവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും മേൽ പുള്ളി ആ ചെറിയ വഴിയിൽ കൂടെ, കാരണം പുള്ളി നോർമലി ഓടിക്കുന്ന വഴിയാണ്, എക്സ്പേർട്ടാണ്. പക്ഷേ എങ്കിലും നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു പേടി വന്ന് എൻ്റെ പുള്ളി നേരെ ഇവിടെ അടുത്തുള്ള ലോക്കലായിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മലകൾ കൊണ്ടുവന്ന് നമുക്ക് ലൈവായിട്ട് വണ്ടി 4 വീലിട്ട് സെറ്റ് ചെയ്ത്, പിന്നെ ടയർ 4 ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സെറ്റായില്ല. എങ്കിലും ഈ വണ്ടി ഞാൻ സെറ്റാക്കി എടുക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും, അപ്പോൾ ഞാനിത് ബാബ്സിൻ്റെ അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാബ്സ് പറഞ്ഞു നമുക്ക് സെറ്റ് ചെയ്യാം, വണ്ടി കൊണ്ട് കാണിക്ക്. എനിക്ക് ഏകദേശം എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം, എസ്റ്റിമേറ്റിലല്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ മാക്സിമം ഞാൻ ഇതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ചുരം ഇറങ്ങി. ഇനിയിപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പണി കിട്ടണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ നേരെ ചുരം ഇറങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ വൈകിപ്പോയി, എങ്കിലും എങ്ങനെയൊക്കെയോ എത്തി ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ജങ്കാർ ഗ്യാരേജ് ട്രക്ക് ഒരുങ്ങി തുടങ്ങി. അപ്പോൾ എൻ്റെ ട്രക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.